എന്റെ സങ്കടത്തിൽ, എന്റെ ഒറ്റപ്പെടലിലൊക്കെ എനിക്ക് താങ്ങായി തണലായി ഈ ഈശ്വര സാന്നിധ്യം ഉണ്ടാകുമെന്ന ബോധ്യമാവണം എന്റെ വിശ്വാസം. ഞാൻ കാണുന്നില്ല എങ്കിലും എന്റെ ഓരോ ജീവിത യാത്രയിലും എന്റെ കൂടെ കരുത്തായി, ബലമായി, ഉൾബലമായി എന്നെ എന്നും മനസ്സിലാക്കുന്ന, എന്റെ കൂടെയുള്ളവർ മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടിയും എന്നെ തിരിച്ചറിയുന്ന ഒരു ഈശ്വര സാന്നിധ്യം എന്റെ കൂടെയുണ്ടെന്ന ബോധ്യമാണ് ആവണം ഇതിന്റെ ആദ്യപടി. ഞാൻ കാണപ്പെടാത്ത ഒരു ഈശ്വരൻ എന്റെ കൂടെ എന്നും ഉണ്ടാവണം. രണ്ടാം ഭാഗം പറയുന്നുണ്ട്, പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പ്. നമ്മുടെയൊക്കെ പ്രത്യാശ സ്വർഗമാണ്. ഞാൻ ആശിക്കുന്ന സ്വർഗം സ്വായത്തകമാക്കുവാൻ എനിക്ക് സാധ്യമാകുമെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ആ വിശ്വാസം ഡെഫിനഷൻ പൂർത്തീകരിക്കപ്പെടാൻ പറ്റുക. ഇനി പറയാൻ പറ്റുമോ ഞാൻ വിശ്വാസിയാണ് എന്ന്? പ്രിയമുള്ളവരെ, ഈ തിരുനാളിൽ ഉറപ്പെടുത്തലാണ്, ഓരോ തിരുനാളും ഉറപ്പെടുത്തലാണ്. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നും നാം ഓരോരുത്തരും ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണമെന്നും, ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നും നാം ഓരോരുത്തരും ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണമെന്നും തിരുനാളിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ഈ ആലയം വിട്ട് തിരികെ പോകുമ്പോൾ നിറവോടുകൂടെ പോകുവാനായിട്ട് പരിശുദ്ധ അമ്മയെ കൊണ്ടുപോകണം. ഇന്ന് സൂക്ഷൻ ഏവെങ്കിലും വായിച്ച അവസാനം എന്താണ്? അവൻ അമ്മയുമായി വീട്ടിലേക്ക് പോയി. പരിശുദ്ധ അമ്മ കടന്നുപോയ വീടൊക്കെ അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. സുവിശേഷങ്ങളിൽ 5 കുടുംബങ്ങൾ കാണാറുണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉള്ളതായിട്ട്. അമ്മയുടെ തന്നെ സത്യത്തിൽ ഭവനം അനുഗ്രഹമാണ്. അമ്മയുടെ സാന്നിധ്യമാണ് ആ കുടുംബത്തെ തിരുകുടുംബമാക്കി മാറ്റുക. കൃപ നിറഞ്ഞ അമ്മമാരായിട്ട് നിങ്ങൾ ഓരോരുത്തരും ആകുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം കൃപയുടെ നിറവായിട്ട് മാറുക. അല്ലാത്ത ഇടങ്ങളിലൊക്കെ അസ്വാരസ്യങ്ങൾ കാരണമായിട്ട് മാറും. അമ്മയുടെ ഭവനം പോലെ കൃപ നിറഞ്ഞ അമ്മയുണ്ടാവണം. നീതീകരിക്കപ്പെട്ട അപ്പനുണ്ടാകുമ്പോൾ അവിടുത്തെ മക്കളൊക്കെ നന്മയുടെ മക്കളാണ്. രണ്ടാമത്തെ ഭാഗം ഏലിശാപ്പുഴയിൽ കാണുമ്പോൾ അമ്മയുടെ സാന്നിധ്യമാണ് അവിടെ ആത്മാവിന്റെ നിറവുണ്ടായി മാറപ്പെടുക. എന്റെ കുടുംബത്തിലും ഈശ്വരയുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ, ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ, എന്റെ ജീവിതവും അനുഗ്രഹമായിട്ട് മാറപ്പെടണമെങ്കിൽ എന്നെ സ്വീകരിക്കുന്ന ആ അമ്മയുടെ സാന്നിധ്യം എന്റെ കുടുംബത്തിന്റെ ഇടങ്ങളിലുണ്ടാകണം. സ്റ്റാച്ചു വെച്ചുകൊണ്ട് കാര്യമൊന്നും ആവില്ല. മനസ്സിന്റെ കോണുകളിൽ ആത്മാവിന്റെ നിറവോടുകൂടെ പരിശുദ്ധ അമ്മ എപ്രകാരം ചിന്തിക്കുമായിരുന്നോ, എപ്രകാരം ധ്യാനിക്കുമായിരുന്നോ, എപ്രകാരം ചെയ്യുമായിരുന്നോ, അപ്രകാരം ഞാൻ ചെയ്യപ്പെടുമ്പോൾ എന്റെ കുടുംബവും അനുഗ്രഹമായിട്ട് മാറും. തേർഡ് വൺ, വെഡിങ് ഓഫ് കാന. കാനായിലെ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യമാണ് അവിടുത്തെ കണ്ണുനീർ അനുഗ്രഹമാക്കി മാറ്റുക. ഒരുപാട് കാലഘട്ടങ്ങൾക്ക് നാണക്കേടിന് കാരണമാകാമായിരുന്ന ഒന്നാണ് ആ കാനായിലെ കുറവെന്ന് പറയുക. അമ്മയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ ഏതൊരു കുറവാണോ നാണക്കേടിന് കാരണമാകാമായിരുന്നത്, അതേ കുറവ് തന്നെയാണ് അനുഗ്രഹമായിട്ട് മാറുക. എന്റെ ജീവിതത്തിലും കണ്ണുനീരുണ്ടാകുമ്പോൾ, നാണക്കേടുണ്ടാകുമ്പോൾ, കുറ്റപ്പെടുത്തൽ കാരണമാകുമ്പോഴൊക്കെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ അതേ കാരണം തന്നെ അനുഗ്രഹമായിട്ട് മാറും. അവിടുത്തെ കുറവ് വീഞ്ഞില്ലാന്നായിരുന്നു, അതേ വിധി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായി വിരുന്നായി മാറ്റപ്പെടുക. എന്റെ കുടുംബ ജീവിതത്തിൽ, സ്വഭാവത്തിന്റെ ഇടങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിലൊക്കെ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ, കണ്ണുനീരുണ്ടാകുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിരുന്നായിട്ട് ഞാൻ മാറ്റപ്പെടും.